എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്ന പോലെ സന്തോഷകരമായ ഒരു ദാമ്പത്യത്തിൽ സെക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് പ്രാപ്തമല്ലാത്ത രീതിയിൽ ആ ബന്ധത്തിലെ പുരുഷ പങ്കാളിയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ലിംഗം വേണ്ടവണ്ണം ഉദ്ധരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തെ നമുക്ക് ഉദ്ധാരണ പ്രശ്നം എന്ന് വിളിക്കാവുന്നതാണ്. ഈ ഉദ്ധാരണ പ്രശ്നത്തെ നമുക്ക് 3 വിഭാഗത്തിലായിട്ട് വേണമെങ്കിൽ പെടുത്താവുന്നതാണ്. ആദ്യത്തേതെന്ന് പറയുന്ന ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ ഉദ്ധാരണം കിട്ടാത്ത ഒരു അവസ്ഥ. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം ഉദ്ധാരണം ലിംഗത്തിന് കിട്ടി, അത് യോനിക്കുള്ളിലേക്ക് കടത്തി, പക്ഷേ യോനിക്കുള്ളിൽ വെച്ച ലിംഗത്തിന് ഉദ്ധാരണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക അവസ്ഥ. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം ഉദ്ധാരണം ഉണ്ട്, പക്ഷേ അത് യോനിക്കുള്ളിലേക്ക് കടത്തി ഒരു ലൈംഗിക ബന്ധം ചെയ്യാനുള്ള ഉദ്ധാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതും വളരെ വിഷമകരമായ ഒരു അവസ്ഥാവിശേഷമാണ്. ഇങ്ങനെ 3 തരത്തിലാണ് ഈ ഉദ്ധാരണ പ്രശ്നം പൊതുവെ കാണാറുള്ളത്. 3 വിഭാഗമായിട്ടാണ് പൊതുവെ കാണാറുള്ളത്. ഇനിയും 14ാമത്തെ വേറൊരു വിഭാഗം എന്ന് പറയുന്നത് ഉദ്ധാരണ പ്രശ്നം ഭാര്യയിൽ നിന്ന് മറച്ചു വയ്ക്കത്തക്ക രീതിയിൽ ഒരു മറ എന്നുള്ള രീതിയിൽ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ അമിതമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് ഭാവിക്കുക എന്നുള്ളതാണ്. അവിടെയും ഭാര്യ അത് മനസ്സിലാക്കണമെന്നില്ല യഥാർത്ഥത്തിൽ എന്താണ് ഭർത്താവിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഉള്ളതിലധികം തിരക്ക് ഭാവിച്ചുകൊണ്ട് സെക്സ് എന്ന ആ കർമ്മത്തിൽ നിന്നും മാക്സിമം ഒഴിവാകുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇവർക്ക് പിന്നിലുള്ളത്. അതിലവർ ഓൾമോസ്റ്റ് അവർ വിജയിക്കുക തന്നെ ചെയ്യും. പിന്നെ 15ാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കിടപ്പറയിലെ സെക്സ് ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അമിതമായിട്ടുള്ള രീതിയിൽ മുഴുകി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സമയത്തിൽ ഏതാണ്ട് ഭൂരിഭാഗവും വിനിയോഗിച്ച് അങ്ങനെ അങ്ങ് പോകുന്ന ജീവിതശൈലി ഉള്ളവരുണ്ട്. അവിടെയും ചിലപ്പോൾ ഭാര്യ അത് മനസ്സിലാക്കാതെ പോവുകയാണ് ചെയ്യുക. കാരണം അവരെ അടുത്ത് കിട്ടുന്നില്ല. അടുത്ത് കിട്ടിയാലല്ലേ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ വിഷയം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അവർ ഒന്നും അറിയാതെ പോവുകയാണ്. പറയുമ്പോൾ പുറത്ത് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. പക്ഷേ ദാമ്പത്യം എന്ന് പറയുന്നത് ബിഗ് സീറോയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിയേണ്ടി വന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇനി 16ാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ച ആദ്യ സമയങ്ങളിൽ ഉണ്ടാവാനിടയുള്ള ഒരു സാധ്യതയാണിത്. അതായത് ദാമ്പത്യത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ സെക്സ് ഒഴികെയുള്ള മറ്റെല്ലാ സ്നേഹപ്രകടനങ്ങൾ കൊണ്ടും ഭാര്യയെ അങ്ങ് മൂടുകയും സെക്സിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സ്പേസ്, ഒരു ഇടം ഭാര്യയ്ക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഭർത്താക്കന്മാരും അവരുടെ രീതികളുമാണ്. ഇനി 17ാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ദാമ്പത്യത്തിലെ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയയാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ധാരണ ഭാര്യയിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉടനെ കുട്ടികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെക്സ് ഒഴിവാക്കിക്കൊണ്ട് ദാമ്പത്യം മുന്നോട്ട് പോകുന്ന ഒരു ശൈലി സൂക്ഷിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും സ്വന്തം ലൈംഗിക ഉദ്ധാരണ പ്രശ്നം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഭർത്താവ് ഈ അടവ് പ്രയോഗിച്ചതെന്നുള്ളത് ഭാര്യ തിരിച്ചറിയുന്നത്. വളരെ ഹൃദയഭേദമായ ഒരു സമയമായിരിക്കും അത്. ഇനി 18ാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യാനുള്ള ലൈംഗിക ശേഷി ഇല്ല എന്നുള്ള വസ്തുത മറച്ചു വെക്കാനായിട്ട് വളരെ ദൂരെയുള്ള ജോലി സ്ഥലത്ത് തന്നെ ജോലി തേടി പോവുകയും ഭാര്യയെ കാണാനായിട്ടൊന്നും വരാതിരിക്കുകയും വല്ലാത്തൊരു അകലം സൂക്ഷിക്കുകയും ചെയ്യുന്ന തരം ഭർത്താക്കന്മാർ. അവിടെയും ഭാര്യയുടെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുക. ഇനിയും 19ാമത്തെ കൂട്ടരെന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റ് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെന്ന് വരുത്തി തീർത്തിട്ട് വളരെ ദൂരെയുള്ള, ചിലപ്പോൾ അത് വിദേശ രാജ്യത്തായിരിക്കാം, ജോലിക്ക് പോയിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുകയും അവധിക്ക് എത്തുമെന്ന് പറയും. പക്ഷേ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവർ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞിട്ട് ആ വരവ് ക്യാൻസൽ ചെയ്യുകയും അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള ഭർത്താക്കന്മാരും നമ്മുടെ നാട്ടിൽ ഇല്ലാതെയില്ല. അപൂർവമാണ്, എങ്കിൽ പോലും ഇല്ലാതെയില്ല. ഇനി 20ാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് സെക്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഭാര്യയെ നിർബന്ധിച്ച് പഠിക്കാൻ അയക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഒപ്പം അവർ വളരെ കൗതുകകരമായ ഒരു ഉപദേശവും ഭാര്യയ്ക്ക് കൊടുക്കും. പെട്ടെന്നുള്ള ഗർഭധാരണം അവരുടെ പഠിത്തത്തെ ബാധിക്കും അത്രേ. സെക്സിനെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു സ്നേഹപ്രകടനമായിട്ട് കാണാൻ അവരുടെ മനസ്സ് അവരുടെ പ്രത്യേക പ്രശ്നം കാരണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കൂട്ടത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാവാം, ഇനിയും ഉണ്ടാവാം. പക്ഷേ നമ്മൾ സമയപരിധി കാരണം ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല.
ഉദ്ധാരണക്കുറവ് എന്ന യഥാർത്ഥ പ്രശ്നം മറച്ചു വെച്ചുകൊണ്ട് സെക്സിൽ നിന്ന് ഒഴിവാകാനായിട്ട് ഭർത്താക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവർക്ക് കാട്ടേണ്ടി വരുന്ന ചില വിചിത്രമായ ചില പെരുമാറ്റ രീതികളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്ധാരണ പ്രശ്നത്തിലേറെയും മാനസിക കാരണങ്ങളാൽ സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. ഇത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള ജീവിതാനുഭവങ്ങളുടെ ഒരു പ്രതിഫലനമാണ് നമുക്ക് വന്നു ഭവിക്കുന്ന ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവ്. മാനസികതലമാണ് ഈ പറയുന്നത്. ശാരീരിക കാരണങ്ങളാൽ ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവ് ഉണ്ടാകുന്നവരും തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ അവരെക്കുറിച്ചല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജീവിതാനുഭവങ്ങളിലൂടെ ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് എത്തുന്നവരെക്കുറിച്ച് മാത്രമാണ്. ഈ പറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ തന്നെ വളരെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതായത് ഉപബോധ മനസ്സിൻ്റെ രൂപീകരണ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന സമയമായ ഒരു 14-15 വയസ്സിന് ഉള്ളിൽ നടക്കുന്ന, ആ പ്രായത്തിനുള്ളിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ലൈംഗികവും ലൈംഗികവുമായിട്ട് ബന്ധപ്പെടാത്തതുമായിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളെല്ലാം തന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതാണോന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പം പരോക്ഷമായിട്ടായിരിക്കും അത് ലൈംഗികമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അല്ലാതെ എല്ലാ സംഭവങ്ങളും ലൈംഗികമാകുമ്പോഴാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാനസിക തലത്തിൽ ഉള്ള കാരണങ്ങളാൽ ലൈംഗിക ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയല്ല കാര്യങ്ങൾ. ഓരോ സംഭവങ്ങളും നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേക സമയത്താണ്. സമയബോധം എന്ന് പറയുന്നത് നമ്മുടെ ഇടത്ത് തലച്ചോറുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് നമ്മുടെ ഇടത്ത് തലച്ചോറെന്ന് പറയുന്നത് കൂടുതലും പിതൃരൂപാധിഷ്ഠിതമാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാണല്ലോ ഒരു സംഭവം നമ്മളിലേക്ക് കടന്നു വരുന്നത്. സ്ഥലബോധം എന്ന് പറയുന്നത് നമ്മുടെ വലത്ത് തലച്ചോറുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ മാതൃഭാവാധിഷ്ഠിതമാണ് നമ്മുടെ വലത്ത് തലച്ചോറെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സമയത്തുമായിട്ട് വ്യത്യസ്തങ്ങളായ ഇന്ദ്രിയാനുഭവങ്ങളുടെ, അതായത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും സ്പർശനം, മണ, രുചി, അതൊക്കെയാണുള്ള ഇന്ദ്രിയാനുഭവങ്ങൾ. അങ്ങനെ കടന്നു വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും. ഇത്തരം ഇന്ദ്രിയാനുഭവങ്ങളുടെ സ്വാധീനം 50% മുകളിലാവുമ്പോൾ മാത്രമാണ് അത് പിൽക്കാലങ്ങളിൽ ഒരു പ്രശ്നത്തിന് കാരണമാകുന്നത്. ചിലപ്പോൾ പ്രശ്നം ലൈംഗികമാവാം, അല്ലെങ്കിൽ ലൈംഗികമല്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. എന്തു തന്നെയായാലും നെഗറ്റീവായിട്ടുള്ള ഇന്ദ്രിയാനുഭവങ്ങളുടെ സ്വാധീനം ഒരു സന്തുലിതാവസ്ഥയ്ക്ക് മുകളിലാണ് അതിൻ്റെ തീവ്രതയെങ്കിൽ മാത്രമാണ് അത് പിൽക്കാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമായി മാറാറുള്ളത്. എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളും നമുക്ക് പിൽക്കാലങ്ങളിൽ പ്രശ്നം ഉണ്ടാകണമെന്നില്ല. 50% താഴെയുള്ള തീവ്രത കുറഞ്ഞ സംഭവങ്ങൾ അത്രയൊന്നും നമ്മളെ ബാധിക്കാതെ കടന്നു പോവുകയാണ് ചെയ്യുക. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കുക, പ്രശ്നം ലൈംഗികമാകുമ്പോൾ ഏത് ഇന്ദ്രിയാനുഭവമായിരിക്കും ഏറ്റവും പ്രാധാന്യമുള്ളത്? സ്പർശനമാണ്, അല്ലേ? നമുക്കറിയാം, നമ്മൾ ലൈംഗികമായിട്ട് ചിന്തിക്കുമ്പോൾ സ്പർശനവുമായിട്ട് കണക്ട് ചെയ്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീലിംഗ് ഉണ്ടാവുക, അല്ലേ? ആഴത്തിൽ നമ്മുടെ ഉൾമനസ്സിൽ കോഡ് ചെയ്യുന്നതും സ്പർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക അനുഭവങ്ങൾ തന്നെയാണ്. ആരെങ്കിലും നമ്മളെ ചിലപ്പോൾ വശീകരിച്ച് ലൈംഗികതയിലേക്ക് വളരെ ചെറുപ്പത്തിൽ എത്തിച്ച സംഭവങ്ങൾ, അവിടെ സ്പർശനമാണ് വരുന്നത്. ഇനി ലൈംഗിക ചൂഷണം എന്ന രീതിയിൽ ചിന്തിച്ചാൽ പോലും അവിടെ സ്പർശനത്തിൻ്റെ ഒരു തോത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ലൈംഗികതയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഏറ്റവും ശക്തമായ തീവ്രതയുള്ള ഇന്ദ്രിയാനുഭവം സ്പർശനം തന്നെയാണ്. ഈ സ്പർശനത്തിൻ്റെ തീവ്രതയ്ക്ക് ശേഷം മാത്രമേ ലൈംഗികതയിൽ കാഴ്ചയും മണവും ഒക്കെ വരുന്നുള്ളൂ എന്നുള്ളതും ഒരു കൗതുകകരമായ വസ്തുതയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ചെറുപ്പത്തിലെ സംഭവങ്ങൾ മാത്രമേ സ്വാധീനിക്കത്തുള്ളൂ, നമ്മൾ മുതിർന്നതിന് ശേഷമുള്ളത് സ്വാധീനിക്കില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. സ്വാധീനിക്കും, പക്ഷേ ചെറുപ്പത്തിൻ്റെ അത്രത്തോളം ഒരു തീവ്രത അവയ്ക്ക് ഉണ്ടാവില്ല എന്ന് മാത്രം. ഇങ്ങനെ പ്രത്യേക സ്ഥലങ്ങളിലും പ്രത്യേക സമയങ്ങളിലുമായിട്ട് ഏതെങ്കിലുമൊക്കെ ഇന്ദ്രിയാനുഭവങ്ങളുടെ ഓരോ വ്യക്തിയിലേക്കും കടന്നു വരുന്ന ലൈംഗികവും ലൈംഗികവും അല്ലാത്തതുമായിട്ടുള്ള സംഭവങ്ങളാണ് മിക്കപ്പോഴും ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവ് പോലെയുള്ള പ്രശ്നത്തിലേക്ക് മാനസിക തലത്തിൽ നമ്മളെ എത്തിക്കാറുള്ളത്. ഇത്തരം അനുഭവങ്ങളുടെ അമിതമായ ഇന്ദ്രിയാനുഭവ സ്വാധീനം സ്വാഭാവികമായ മാർഗങ്ങളിലൂടെ, അതേ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ സമയത്തുമായിട്ട് സാമൂഹിക സമ്പർക്കങ്ങളിലൂടെയും സാമൂഹിക ജീവിതത്തിൻ്റെ പോസിറ്റീവ് ലെവലിലൊക്കെ അത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒട്ടുമിക്ക മനുഷ്യരിലും അത് മാറിപ്പോകാറുണ്ട്. നമ്മൾ പോലും അറിയണമെന്നില്ല. കാരണം നമ്മളിലൂടെ കാഴ്ചയായിട്ടും സ്പർശനമായിട്ടും ഒക്കെ കടന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ മണമായിട്ടൊക്കെ ഇന്ദ്രിയാനുഭവ തലത്തിൽ കടന്നു വന്നിട്ടുള്ള ലൈംഗിക പ്രശ്നങ്ങൾ അതേ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ തന്നെ സാമൂഹിക സമ്പർക്കങ്ങളിലൂടെയും ആശയവിനിമയങ്ങളിലൂടെയും ഒക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യപ്പെടുമ്പോൾ, സ്വീകരിക്കുകയും സ്ഥിരീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ
അതിന് കാരണമായിട്ടുള്ള മാനസികാവസ്ഥ അവിടെ സ്വാഭാവികമായിട്ട് സന്തുലിതാവസ്ഥയിലേക്ക് മാറുകയും ആ പ്രശ്നം നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ അങ്ങ് മാറിപ്പോവുകയും ചെയ്യും. നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കാരണം ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പണ്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്ന ചില ലൈംഗിക പ്രശ്നങ്ങൾ ഇന്ന് ചിലർക്ക് കാണില്ല. അല്ലെങ്കിൽ ഇടക്കാലത്ത് വന്നുപോയ ചില ലൈംഗിക പ്രശ്നങ്ങൾ കുറച്ച് ആൾക്കാരിലെങ്കിലും അറിയാതെ മാറിപ്പോയിട്ടുണ്ടാകും. അവർ പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒന്നും ചെയ്ത് കാണത്തില്ല, മനഃപൂർവ്വം ഒന്നും ചെയ്ത് കാണത്തില്ല, പക്ഷെ മാറിപ്പോയിട്ടുണ്ടാകും. ആലോചിച്ച് നോക്കുക. അത് ക്രമാനുഗതമായിട്ട് നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ സ്വാഭാവികമായി ഈ പ്രക്രിയ സംഭവിക്കാത്തവരിലോ, അവരിൽ ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വേറൊരു വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.